ഒന്ന് സങ്കൽപ്പിക്കൂ, നിങ്ങളൊരു ദിവസം വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് തുളുമ്പുന്നു, ജോലി ശരിയായി നടക്കുന്നു, ഉറ്റവർ കൂടെയുണ്ട്, ജീവിതം ഭദ്രമായി തോന്നുന്നു. ആ നിമിഷം ആരെങ്കിലും ഒരു വാക്കു പറയുന്നു, ഒരൊറ്റ വാക്ക്, അത്രമാത്രം. ഉടൻ ആ ചിരി മാഞ്ഞുപോകുന്നു, ദേഷ്യം തലയ്ക്ക് കയറുന്നു, ഹൃദയം ഭാരമേറുന്നു. ദിവസം മുഴുവൻ ആ ഒരു നിമിഷം ഭരിക്കാൻ തുടങ്ങുന്നു. ഇതൊരിക്കൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഉറപ്പായുമുണ്ട്. കാരണം ഇത് നമ്മൾ ഓരോരുത്തർക്കും പരിചിതമായ ഒരു അനുഭവമാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. ആ ഒരു വാക്കിന് നിങ്ങളുടെ ദിവസം ഒട്ടാകെ തകർക്കാൻ ആര് സമ്മതം കൊടുത്തു? ആരു കൊടുത്തു നിങ്ങളുടെ ദേഷ്യത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കൈകളിലേക്ക്? വികാരങ്ങൾക്ക് അടിമപ്പെട്ടവൻ ജീവിതത്തിൽ ഒരിക്കലും ജയിക്കില്ല. ആചാര്യ ചാണക്യൻ. 24 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു മഹാജ്ഞാനി ഇത് പറഞ്ഞിരുന്നു. ഇന്ന് മനഃശാസ്ത്രം ഈ വാക്കുകൾ ഗവേഷണങ്ങളിലൂടെ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നു. ഇന്ന് നമ്മൾ ആ ജ്ഞാനത്തെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. ലളിതമായ ഭാഷയിൽ, നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ. ഒരു കാര്യം ഓർക്കൂ, ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു ലക്ഷ്യം മനസ്സിൽ വെക്കുന്നുണ്ട്. ഒരു ചൂണ്ടയിൽ ഇര കൊടുക്കുന്നതുപോലെ അവർ ആ ചൂണ്ട നിക്ഷേപിക്കുന്നു. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ ആ ഇര കൊത്തിയതാണ്. കളി അവരുടെ കൈകളിലായി കഴിഞ്ഞു. ചാണക്യൻ ഇതിനെ ഒരു ഗൂഢതന്ത്രമായി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദേഷ്യത്തിൽ മനുഷ്യൻ തന്റെ യഥാർത്ഥ ഭാവം പുറത്തു കാണിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയേണ്ടതല്ലാത്ത കാര്യങ്ങൾ പറയും, ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ ചെയ്യും, ഒളിക്കേണ്ട ബലഹീനതകൾ വെളിപ്പെടുത്തും. ആധുനിക മനഃശാസ്ത്രം ഇതിനെ അമിഗ്ദല ഹൈജാക്ക് എന്ന് വിളിക്കുന്നു. ദേഷ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ചിന്തിക്കുന്ന ഭാഗം ഒരു നിമിഷം അടഞ്ഞുപോകുന്നു. ഭയം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏറ്റെടുക്കുന്നു. ആ നിമിഷം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ വെറുമൊരു വികാരമാണ്. ആ വികാരം ഉപയോഗിച്ച് ആർക്കു വേണമെങ്കിലും നിങ്ങളെ ഒരു ഉപകരണമാക്കാം. കോപം നിയന്ത്രിക്കുന്നവൻ യുദ്ധം ചെയ്യാതെ തന്നെ ജയിക്കും. ചാണക്യൻ. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ ദേഷ്യടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കൂ, ഞാൻ ഈ ചൂണ്ടയിൽ കുത്തുമോ? ഒരു ചിരിയോടെ ആ ചൂണ്ട ഒഴിവാക്കൂ. ആ ഒഴിവാക്കൽ, ആ ഒരൊറ്റ ചിരി, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജയം. ഇനി ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചോ? ഒരു ചെറിയ ഒഴിവുകഴിവ് പറഞ്ഞു ഒഴിഞ്ഞുമാറിയോ? ആ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ദിവസം ഒട്ടാകെ ഇരുണ്ടതാക്കിയോ? ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇപ്പോഴും മറ്റൊരാളുടെ കൈകളിലാണ്. ഇത് ഒരു ശരാശരി ദൗർബല്യമല്ല, ഇതൊരു ദൗർഭാഗ്യകരമായ ഒരു ശീലമാണ്. ബാല്യകാലം മുതൽ നമ്മൾ ഉൾക്കൊണ്ടത്, നമ്മൾ പഠിച്ചത്, ആരെങ്കിലും പ്രശംസിച്ചാൽ ഞാൻ നല്ലവനാണ്, ആരെങ്കിലും ഒഴിഞ്ഞുമാറിയാൽ ഞാൻ തെറ്റ് ചെയ്തതാണ് എന്നാണ്. ഈ ചിന്ത ആഴത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്വയം ജയിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചാണക്യൻ. ഭഗവത്ഗീതയിൽ ഇതിനെ സ്ഥിതപ്രജ്ഞയെന്ന് വിളിക്കുന്നു. ഭൂകമ്പം വന്നാലും ഇളകാതെ നിൽക്കുന്ന ഒരു പാറ. ആർ പുകഴ്ത്തിയാലും അഹങ്കരിക്കാതിരിക്കുക, ആർ ഇകഴ്ത്തിയാലും തകർന്നു പോകാതിരിക്കുക. ഇതൊരു ഉൾക്കരത്തിന്റെ ഭാഷയാണ്. ഒരു ലളിതമായ പ്രായോഗിക കാര്യം, ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ ദുഃഖിക്കുന്ന ആ സമയം, ആ ഊർജം ഒരു പുതിയ കഴിവുണ്ടാക്കുന്നതിനോ ഒരു ലക്ഷ്യം നേടുന്നതിനോ ഉപയോഗിക്കൂ. അതാണ് അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും ഉജ്ജ്വലമായ മറുപടി. കണ്ണീരല്ല, ജ്വലനമാണ് ആ മറുപടി. ഇനി ഏറ്റവും ആഴത്തിലുള്ള കാര്യം, ചരിത്രത്തിലെ ഒരു നിമിഷം ഓർക്കൂ. ചാണക്യൻ, ഭാരതത്തിന്റെ ഏറ്റവും മഹാനായ അർത്ഥശാസ്ത്ര പണ്ഡിതൻ, ഒരു ദിവസം നന്ദരാജാവിന്റെ സഭയിൽ പ്രവേശിക്കുന്നു. ജ്ഞാനവും ആദർശവും നിറഞ്ഞ ആ മനുഷ്യൻ ഒരു ലക്ഷ്യവുമായി വന്നു. പക്ഷേ ആ ദിവസം അദ്ദേഹം സഭയിൽ അപമാനിക്കപ്പെട്ടു. കൂട്ടരുടെ മുൻപിൽ, ജനക്കൂട്ടത്തിന്റെ മുൻപിൽ. ആ നിമിഷം ചാണക്യൻ എന്തു ചെയ്തു? ബഹളം വെക്കുകയോ കൈകൾ ഉയർത്തി ആക്രോശിക്കുകയോ കരയുകയോ ചെയ്തില്ല. അദ്ദേഹം മൗനത്തിൽ ആ അപമാനം ഉൾക്കൊണ്ടു. തന്റെ മുടി അഴിച്ചിട്ടു. ഒരു ആണ്ടുകൊണ്ടിരുന്ന പ്രതിജ്ഞ നിശബ്ദമിറങ്ങിപ്പോയി. ആ മൗനത്തിൽ നിന്നാണ്, ആ ഉൾക്കരത്തിൽ നിന്നാണ് ഒരു ദിവസം ചന്ദ്രഗുപ്ത മൗര്യൻ ഉദിച്ചത്, മൗര്യ സാമ്രാജ്യം ജനിച്ചത്. ഒരു ഗ്രഹം ഒരിക്കലും ശബ്ദമുണ്ടാക്കാതെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. അതുപോലെ ശക്തനായ മനുഷ്യൻ ലക്ഷ്യത്തിലേക്ക് നടക്കും. ചാണക്യചിന്ത. ദേഷ്യത്തിൽ ഉടൻ പ്രതിക്രിയ കാണിക്കുന്നത് ഒരു റിയാക്ഷനാണ്. ശാന്തമായ ഒരു നിമിഷം ചിന്തിച്ച് ഉചിതമായ സമയത്ത് ഉചിതമായ വിധത്തിൽ നടപടിയെടുക്കുന്നത് ഒരു റെസ്പോൺസാണ്. റിയാക്ഷൻ ബലഹീനതയാണ്, റെസ്പോൺസ് ജ്ഞാനമാണ്. ഒരു അപ്രതീക്ഷിത കാര്യം ശത്രുക്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് നിങ്ങളുടെ ദേഷ്യമല്ല, മൗനമാണ്. ഇവനൊന്നും മിണ്ടുന്നില്ലല്ലോ, ഇവന്റെ മനസ്സിലെന്താണ്? ആ ആശ്ചര്യം, ആ അനിശ്ചിതത്വം, അതാണ് നിങ്ങളുടെ ഏറ്റവും ഭേദ്യമല്ലാത്ത ഉരക്ക്. ഇനിയൊരു ലളിതമായ, ഉടനടി ഉപകരിക്കുന്ന ഒരു ഉപകരണം. ആരെങ്കിലും ഒരു കൂർത്ത വാക്കു പറഞ്ഞു, നിങ്ങൾ ഉടൻ മറുപടി പറയാനൊരുങ്ങുന്നു. ആ നിമിഷം വായ് തുറക്കുന്നതിനു മുൻപ് 5 സെക്കൻഡ് നിർത്തൂ.
ആ 5 സെക്കൻഡ് ഒരു ആഴക്കടലിന് തുല്യമാണ്. ഈ ഒരു ചെറിയ പോസ് നിങ്ങളുടെ തലച്ചോറിൽ ഒരു മാജിക് ചെയ്യുന്നു. ദേഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന അമിഗ്ദാലയിൽ നിന്ന് ചിന്തിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് നിയന്ത്രണം മാറുന്നു. ആ ഒരൊറ്റ ഇടവേള, ആ ഒരൊറ്റ ശ്വാസം ഒരു ബന്ധം മുടക്കുന്നതിൽ നിന്നോ ഒരു ജോലി നഷ്ടപ്പെടുന്നതിൽ നിന്നോ 1 വർഷം കരിച്ചുകളഞ്ഞ ഒരൊറ്റ ദേഷ്യമുണ്ടാക്കിയ ദുരന്തത്തിൽ നിന്നോ നിങ്ങളെ രക്ഷിക്കും. ഉറക്കത്തിൽ ആളില്ലെങ്കിൽ ശത്രുവിനും ആക്രമിക്കാം. ദേഷ്യത്തിൽ ആളില്ലെങ്കിൽ ശത്രുവിനും ആക്രമിക്കാം. ചാണക്യ ദർശനം. ശബ്ദത്തിൽ ദേഷ്യം കലർന്നാൽ ആ വാക്കുകൾ കത്തികളാകും. ഉദ്ദേശ്യം നല്ലതാണെങ്കിൽ പോലും ശബ്ദത്തിൽ ശാന്തത ഉണ്ടെങ്കിൽ ആ വാക്കുകൾ ആജ്ഞകളാകും. ഉള്ളടക്കം ഉറച്ചതാണ്. ഇതാണ്ട്രാജകീയ ഭാഷ. ഇതാണ് ചാണക്യൻ ചന്ദ്രഗുപ്തനു പഠിപ്പിച്ചത്. ഒരു ദ്വീപ് ആലോചിക്കൂ. ചുറ്റും കടലിന്റെ ഇരമ്പൽ. തിരമാലകൾ ഇടിക്കുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. എന്നാൽ ദ്വീപ് ഇളകുന്നില്ല. ശ്വസിക്കുന്നു, നിൽക്കുന്നു, ഉറച്ചിരിക്കുന്നു. ആ ദ്വീപാകൂ. ദേഷ്യം, സങ്കടം, ഭയം ഇവ നമ്മുടെ ശത്രുക്കളല്ല. ഇവ നമ്മുടെ ഉൾക്കരുത്തിന്റെ ഭാഗമാണ്. ഇവ ഒഴുകണം, ഉൾക്കൊള്ളണം, ഉയർക്കണം. പക്ഷേ ഇവ ഭരിക്കരുത്. ഇവ ഭൃത്യരാകണം, ഭരണകർത്താക്കളാകരുത്. നിങ്ങളാണ് യജമാനൻ. ആരാണ് തന്നെ ജയിക്കുന്നത്? അവൻ ലോകത്തെ ജയിക്കുന്നു. ചാണക്യൻ. ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കൂ. ആരെങ്കിലും ദേഷ്യമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ 5 സെക്കൻഡ് ഓർക്കൂ. ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കൂ. ഒരു ചിരി ചൊരിയൂ. ആ ഒരൊറ്റ ചിരി, ആ ഒരൊറ്റ പോസ്. അതാണ് നിങ്ങളുടെ ആദ്യ ജ്ഞാനം. ആദ്യ ജ്ഞാനം, ആദ്യ ജ്ഞാനം, ആദ്യ ജ്ഞാനം ഒടുവിൽ ഒരു ജ്ഞാനിയാകും. ഈ ആശയം നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, ഈ യാത്ര നിങ്ങൾക്കൊരു കൊളുത്തായെങ്കിൽ താഴെ ഐ കൺട്രോൾ മൈ ഇമോഷൻസ് എന്നെഴുതൂ. കമന്റ് ബോക്സ് ഒരു ആദ്യ ജ്ഞാന ഇടമാകട്ടെ. ആ ഒരൊറ്റ ചുവടെ ആദ്യമിടൂ. ബാക്കിയെല്ലാം ആ ഒരൊറ്റ ചുവടിൽ നിന്നുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്കിലിപ്പോൾ ഈ 4 കാര്യങ്ങൾ ചെയ്യൂ. ഒരൊറ്റ മിനിറ്റ് മതി. ഈ വീഡിയോക്കൊരു ലൈക്ക് ഇടൂ. ഒരൊറ്റ ക്ലിക്ക്. അത് ഈ ചാനലിനെ വളർത്തും. സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും. നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഇത് ഉപകരിക്കും. ഇന്നൊരൊറ്റ ചുവട് വെക്കൂ. നാളെ ഒരൊറ്റ ശ്വാസം. ദിവസം ദിവസം ആ ഒരൊറ്റ ശീലം. ഒരു ദിവസം ആ ശീലം നിങ്ങളെ മാറ്റും. നന്ദി. കാണാം.